എല്ലാവർക്കും നമസ്കാരം. ഈ 2018 പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത വീടുകളിൽ വെള്ളം കയറ്റിച്ച് അവരെ ഒരു പ്രളയകാലം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഹൈവേ അതോറിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, നമ്മുടെ ദേശീയപാതയിൽ ചാലക്കുടിക്കുള്ള വടക്കോട്ടുള്ള ദിശ മുരിങ്ങൂർ കോട്ടമുറി ഭാഗത്ത് അവിടെ ചെമ്പകശ്ശേരി ഹരി, ലീലാമണി, അതുപോലെ കുറച്ച് വീടുകളുണ്ട് അവിടെ ആ ഭാഗത്ത്. എന്നും മഴ പെയ്യുന്ന ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഈ ദേശീയപാതയുടെ അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങി ഉള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും ഈ കുടുംബങ്ങളിലേക്ക് വെള്ളം കയറും. വെള്ളം കയറുന്ന പറഞ്ഞാൽ പുഴയെന്ന് അവിടുന്ന് പ്രളയവെള്ളമല്ല കയറുന്നത്. ഈ ദേശീയപാത അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ കാന നിർമ്മാണം കൊണ്ട് മാത്രം ഈ ചെമ്പകശ്ശേരി ഹരി എന്ന് പറയുന്ന ആ ചേട്ടൻ അവിടെ അതൊരു ഹോട്ടൽ എടുത്തിക്കൊണ്ടിരുന്നായിരുന്നു. ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് എല്ലാ വർഷവും മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയുള്ള നാളുകൾ ദുരന്തപൂർണ്ണമായ സംഭവമായിരിക്കും. ഈ കാന നിർമ്മിക്കാനായിട്ട് ഒരു ബോധവും പിടിപാടില്ലാത്ത അണ്ണന്മാർ, ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സംവിധാനം, അതിലൂടെ വെള്ളം പോകാനായിട്ടാണ് ആ കാന നിർമ്മിക്കണേ എന്നുള്ള ബോധം പോലും ഉറക്കില്ല. ആർക്ക് PST കമ്പനിക്കില്ല, ഹൈവേ അതോറിറ്റിക്കില്ല. കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് ഉയർത്തി കാണിച്ചാണ്. ചരങ്ങരയിലെ സംഭവം കൊരട്ടിയിൽ നിങ്ങൾ കണ്ടില്ലേ, സ്ലാബ് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്ലാബിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് നിറച്ച് ആ സ്ലാബ് മുകളിൽ കയറ്റി പോയിന്റ് ചെയ്ത ആൾക്കാരാണ് ഇവർ. ഇങ്ങനെ ഈ കൊരട്ടി മുതൽ മുരിങ്ങൂര് നമ്മുടെ ഡിവൈൻ്റെ അവിടെ വരെ, ആ ഡിവൈൻ്റെ അവിടെ ഈ ചാലക്കുടിക്ക് പോകണമെന്ന് വെച്ചാൽ അവിടെ മിൽമയുടെ അവിടെ എന്താ സംഭവം? ഇത് തന്നെ പരിപാടി. അതായത് വെള്ളം പോവില്ല, വെള്ളം പോണ ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കണ്ടിപ്പോൾ പൊട്ടിക്കലാണ് പരിപാടി. ഈ ചെമ്പകശ്ശേരി ഹരി എന്ന് പറയുന്ന ചേട്ടൻ്റെ ഉൾപ്പെടെ ആ ഭാഗങ്ങളിൽ കടകളുണ്ട്. അവിടെയൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറി സാധന സാമഗ്രികൾ നശിക്കുന്ന രീതിയിലേക്ക് എത്തും. ഇന്നലെ ഒരു അരമണിക്കൂർ മഴ പെയ്തുള്ളൂ. ആ മഴ പെയ്തപ്പോഴേക്കുള്ള സ്ഥിതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെന്ത് ദുരന്താവസ്ഥ! ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഹൈവേ അതോറിറ്റി ആളുകളല്ല വന്നത്. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PO പോളി, ഗ്രാമപഞ്ചായത്ത് അംഗം AD സജി, അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, ഇവരാണ് അവിടെ എത്തിച്ചേർന്നത്. അതിനിടയിൽ AD സജി എന്ന് പറയുന്ന ആൾ അവിടെ തോട്ടിൽ വീണ ആൾക്ക് പരിക്ക് പറ്റിയ ആൾ ആശുപത്രി കൊണ്ടുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു സംവിധാനത്തിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് കാണുന്നത്. മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആളുകളും വന്നിട്ടാണ് അവിടെ തൊട്ടടുത്ത് തിണ്ട് പൊട്ടിച്ച് ഈ വെള്ളം പുറത്തേക്ക് വിട്ടത്. ഒരു മഴയും കൂടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കടലാണ്. ഇത് എല്ലാ വർഷം ഉണ്ടാകുന്ന സംഭവമാണ്. ഈ സംവിധാനങ്ങൾക്ക് എന്ത് ഇടപെടാൻ സാധിച്ചു? ഞാൻ പറഞ്ഞു, കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നു, ജനപ്രതിനിധികളുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. MP നെ പറ്റി ഒന്നും പറയാനായി ഉദ്ദേശിക്കണല്ലേ, അതാ വലിയ തിരക്കിലായിരിക്കും. ഇവരാരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടല. നിങ്ങൾ നോക്കിയാൽ ഇവരൊക്കെ ഇടപെടാനായിട്ട് അവകാശമുള്ള ആൾക്കാരും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ആളുകളല്ലേ. എന്താണ് ഈ ഇവിടെ നിന്നുള്ള കാനകൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഓരോ ഭാഗത്തെ കാനകൾ ഇവർ ഉണ്ടാക്കി. കാനൊക്കെ പോകുന്നില്ല, സ്ലോപ്പ് കണ്ട് ഇങ്ങനെയൊക്കെ പോണേ. കാന വെള്ളം ഒഴുകി പോകാനുള്ളതല്ലേ. ഒരു ബോധമില്ലാത്ത സംഭവങ്ങളെന്ന്, ഒരു ബോധമില്ലാണ്ട് ചെയ്തു വെച്ചേക്കുന്ന പരിപാടികളാണിത്. ആ രാജീവേണ്ട ഉപ്പത്ത് രാജീവേണ്ട മാസ്റ്റർ പ്രസിഡന്റ് അവിടെ 3 പ്രാവശ്യം കാന പണിത് പൊളിച്ച് വീണ്ടും പണിത്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മുടെ ചാലക്കുടിയിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുള്ളൂ. ഇപ്പോൾ ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗോഷ്ഠികളല്ലാണ്ട് സത്വരമായ ഇടപെടലുകൾ എവിടെയും നടന്നുണ്ട്. ഈ പ്രത്യേകിച്ച് കാന നിർമ്മാണത്തിന്റെ കേസിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് ദുരന്തം അനുഭവിക്കാവുന്ന കൊരട്ടി ജംഗ്ഷനില്ല. മഴ പെയ്യട്ടെ, മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അറിയാം കൊരട്ടി ജംഗ്ഷനിൽ ഉണ്ടാകുന്ന അവസ്ഥ. കാരണം പല ഇതുപോലെ തന്നെ കാനകളും ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് ചെമ്പകശ്ശേരി ഹരി എന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടിലേക്കുള്ള അവസ്ഥ. ആ ചേട്ടൻ ദുരിതത്തിലാണ്. മഴ കാര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആൾക്ക് മറ്റേ നെഞ്ചുവേന തുടങ്ങും. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കറിയാം വെള്ളം വീട്ടിൽ കയറും. അതായത് ഇതാണ് 2018 പോലും വെള്ളം കയറാത്ത വീടുകളിലേക്ക് വെള്ളം കയറ്റാനായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ഈ പറയുന്ന കാന നിർമ്മാണം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. നിങ്ങൾ കാണും, ഒരു സംവിധാനങ്ങളും ഇല്ല നമ്മുടെ ചാലക്കുടിയിൽ ഇതിനെ നയിക്കാൻ. പഞ്ചായത്ത് അംഗം തോട്ടിലേക്ക് വരെ വീഴേണ്ടി വന്നില്ല. എന്തൊരു ദുരന്താന്ന് നോക്കിയാൽ. ഇത് ആരോട് പറയാനാണ് സ്ഥിതി? കോട്ടമുറിയിലെ ഒരവസ്ഥയാണ് പറയുന്നത്. എല്ലാ വർഷവും ഈ അടിപ്പാത നിർമ്മാണം തുടങ്ങി മുരിങ്ങൂര് കാനയിലുമ്പോൾ കൈ വെച്ചിട്ടുണ്ട് അന്ന് മുതൽ തുടങ്ങിയ പരിപാടിയാണ് ഈ സംഭവം. ഒരു സംവിധാനത്തിൻ്റെ ഇടപെടൽ എല്ലാവരും ചിരിച്ചു കളിച്ചു. ഈ കളക്ടർ സംവിധാനങ്ങൾക്കൊക്കെ വെറുതെ വന്ന് ഷോ വർക്ക് കാണിച്ച് പോകുന്നതല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. അതാണ് ഇപ്പോൾ ഈ കാഴ്ച.